കൂടി. എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. വേണ്ടടാ, ഫൈസിംഗ് കേസ് ഇത് അറിഞ്ഞാലുണ്ടല്ലോ. അയ്യോ എനിക്ക് പേടിയാവുന്നു. സീരിയസ് ആയിട്ടാണ് ചെയ്തതെങ്കിൽ കോമഡി ആയിട്ടുണ്ട്. ഇവിടെ അങ്ങനെ പറയരുത്. നീ തീർന്നടാ, നീ തീർന്നു. എന്തൊക്കെയാണ് നടക്കുന്നേ? നോ ഡൈംസ്, ഇനിയൊന്നും ചെയ്യരുത്. നിന്നെ ഇനി അവിടെ കാണരുത് റാം. ഓക്കെ ഓക്കെ, ഞാൻ ഇനി ഒന്നും ചെയ്യില്ല ഡൈംസ്. വാജോതി, എന്റെ യൂണിഫോം എല്ലാം കീറി. പാവം. എന്റെ ഡെയിംസേ, മറ്റുള്ളവരുടെ യൂണിഫോം എല്ലാം കീറിയല്ലോ, ചൂട് പിടിച്ച. നിന്റെ മാത്രം എന്താ കീറാത്തെ? ഓ മൈ ഗോഡ്. അപ്പൊ ജബൽപൂരിലെ സംഭവത്തിനെ ന്യായീകരിക്കുകയാണോ? നിങ്ങൾ ആരാ? നിങ്ങൾ ആരാണ്? നിങ്ങൾ ആരോടാ ചോദിക്കുന്നത്? ആരാണെന്ന് എനിക്കറിയാമേലെങ്കിൽ താൻ എന്നോട് ചോദിക്ക്, താൻ ആരാണെന്ന്. വളരെ സൂക്ഷിച്ച് സംസാരിക്കണം. മാധ്യമാരാ? മാധ്യമാരാ? ഇവിടുത്തെ ജനങ്ങളാണ് വലുത്. മാധ്യമാരാ? ഇവിടുത്തെ ജനങ്ങളാണ് വലുത്. അത് ശരിയാ, അത് ശരിയാ. പ്ലീസ് ബി കെയർഫുൾ, ബി കെയർഫുൾ. ഏതാ ചാനൽ? ഏതാ നിങ്ങള്? ഏതാ ചാനല്? ബെസ്റ്റ്. ഏതാ? സൗകര്യമല്ല പറയാൻ. എടാ ഡ്യൂപ്ലിക്കേറ്റ് ഇന്ത്യൻ കഴിവറടാ മോനെ. ജബൽപൂരിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നിയമപരമായ നടപടിയെടുക്കും. പിന്നെ മഞ്ജു വാര്യർ, പിന്നെ നമ്മുടെ ടിനോവ, പിന്നെ നമ്മുടെ ടിനോവ, ടൊവിനോ, നമ്മുടെ ടിനോവ, ടൊവിനോ. കാട്ടിത്തരാ, കാട്ടിത്തരാ. നമ്മുടെ ടിനോവ, ടൊവിനോ. ఒకటేమో మోహన్ లాల్ సారు, ఇంకొకటేమో పృథ్వీ. ఈ పిల్లగాడు కూడా చిన్న సినిమాలు చేయలేడు ఈ నడమ. శనార్థులు బాగున్నావా తమ్మి? ఇదంతా భాష కచ్చరా. దిస్ ఫెలో, స్మాల్ ఫెలో ఎట్లా చెప్పిండు కథ, స్టోరీ, సినిమా స్టోరీ లూసిఫర్. ഇത് തെലുങ്കും കന്നഡയൊന്നും അല്ല, ദൈവം ഉണ്ടാവുന്നതിന് മുമ്പുള്ള ഏതോ കാടൻ ഭാഷയാണ്. ఎట్లా చెప్పిండు సార్, ఒప్పించిండు కదా సినిమాకు. ఓకే. എല്ലാരും విളിച്ചു. మీ జుట్టు అంతా నల్లగా ఉన్నది ఇప్పటికి కూడా, బ్లాక్ తిక్కు. వాట్ యు పుట్ సార్? మంచిగా దూకుంటాడు, మంచిగా ఎప్పుడు ఇట్లా. సార్ నాకు കണ്ടറിയണം കോശി, നിനക്കെന്താ സംഭവിക്കാതെ? നിർത്തി അങ്ങ് അവമാനിക്കുവാണ് നീ. some movies, acting, gain some money, give some gold to wife, then go for direction. Because we have to leave. We have to start by morning 10 o'clock. Anthony is there, no? Correct. Anthony Baba, സത്യത്തിൽ ഞാൻ നിരപരാധിയാണ് സാർ. అలాగుండా కలుద్దాం మనం మలకితకు వచ్చినప్పుడు. మంచిదా?
പറയണമെങ്കിൽ ഇത്ര ഒച്ച വെച്ചാ പറ്റും. കൃഷ്ണ ഗുരുവായൂരപ്പാ സർവാപരാധങ്ങളും പൊറുക്കണമേ. ഒത്തില്ല. എന്താണ് ഒത്തില്ല? ഈ സ്നേഹം മാത്രം മതി എനിക്ക്. ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഞാൻ ഈ വഴിയാണ് വന്നത്. വഴിയിലോട്ട് വന്നപ്പം ഇവിടെ ഒരു കാറ് പാർക്ക് ചെയ്തിരിക്കുകയാണ്. എന്റെ വീടിന്റെ വഴിയാണ്. ഞാനത് ശ്രദ്ധിച്ചിട്ട് ഞാൻ വീട്ടിലോട്ട് ഇറങ്ങിപ്പോയി. ചെന്ന അമ്മയോട് ഇക്കാര്യം പറഞ്ഞു. എന്നിട്ട് പിന്നീട് എന്ത് സംഭവിച്ചു? ഞാനത് കാണാൻ കൊള്ളരുതാത്ത രീതിക്കുള്ള ഒരു കാര്യമാണ് കണ്ടത്. ഞാനും എന്റെ ഭാര്യയും കൂടെ ഇവിടെ ഇന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് BP ലോ ആയിട്ട് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വണ്ടി ഒതുക്കി. അപ്പം അത് ഞാൻ ചെന്ന് ചോദിച്ചു, അമ്മയെ വിളിച്ച് കൊണ്ടുവന്ന് ഞാൻ ചോദിച്ചു, എന്തിനാണ് ഇവിടെ വണ്ടി ഇങ്ങനെ ഇട്ടിരിക്കുന്നത് എന്നുള്ളത് ചോദിച്ചു. എടുക്കുന്നതിന്റെ എന്താ കണ്ടെന്ന് പറ. ശരി, കണ്ടിടത്തോളം എങ്ങനെയുണ്ട്? കണ്ണു തള്ളിയോ? പറഞ്ഞു കേട്ടതിലും ഗംഭീരം, അത്യുഗ്രൻ. ക്യാമറ ഓൺ ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ എന്താണ് കണ്ടതെന്നുള്ള രീതിക്കായിരുന്നു എന്നോട്. എനിക്കത് പറയാൻ അത് അത്രയും മോശമായിട്ടുള്ള ഒരു രീതിക്കാണ് ഞാനത് കണ്ടത്. ഞാൻ എന്റെ ഭാര്യയുടെ അടുത്തോട്ട് ഞാൻ തലവെച്ച് ഇങ്ങനെ കിടന്നപ്പോ ഈ വീട്ടിലുള്ള ഒരു പെങ്കൊച്ച് അത് കണ്ടിട്ട് പറയാം, ഞങ്ങൾ ഇവിടെ വേറെന്തോ കാർ ഒതുക്കിയിട്ട് വേറെന്തോ പരിപാടിയായിരുന്നു. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന? ഞാൻ മുമ്പൊക്കെ നോക്കുമ്പോ ആരും എന്റർടൈനർ ആയിട്ട് ആരും ഇല്ല. അത് ശരിയാ. അപ്പൊ ഞാൻ വിചാരിച്ചു ഞാനൊരു ഷോ ചെയ്ത് അതിലും എന്റർടൈനർ ആയിരുന്നു, അതിലേക്ക് അവാർഡ് ഇട്ടിട്ടുണ്ട്. പിന്നെ എവിടെയെങ്കിലും വഴക്ക് നടക്കണേ അവിടെ എന്തെങ്കിലും കോമഡി ഒക്കെ കാണിച്ച് അപ്പൊ ഫുള്ള് ഒരു ഫാമിലി സെറ്റപ്പിൽ കൊണ്ടുപോകാന്ന് വിചാരിച്ച് വന്നത്. കുറ്റപ്പെടുത്തിയതിന് ഇപ്പം കരച്ചിൽക്കാട് എന്ന് പറയുന്നുണ്ട്, പിന്നെ കുരുസ്ത്രീ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ എനിക്ക് ഓരോ പേരുകളാണ് അവിടെ ഇടുന്നത്. നാട്ടുകാരൊക്കെ ഒന്ന് അറിയട്ടെ. റീഎൻട്രി എല്ലാവരും അതെ, അതും ഒരു ഏഴിന്റെ പണിയായിരുന്നല്ലേ. അയ്യോ, ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. അത് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. അങ്ങനൊരു എനിക്കത് പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് സങ്കടം വരും. ഈ രാവണാശ്വരി തടിയും മണ്ണൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ, കൊച്ചു കുട്ടികളുടെ മനസ്സാണ്. ഇപ്പൊ ഞാനാണ് ഔട്ടായെന്ന് വിചാരിച്ചോളൂ. എനിക്ക് കിട്ടാത്തത് ഒരാൾക്ക് കിട്ടിക്കോട്ടെ എന്നാണ് നമ്മൾ വിചാരിക്കുക. അത് ശരിയാ. ഇവിടെ അഭിപ്രായങ്ങളോട് 100% ഞാൻ യോജിക്കുന്നു. എന്തിന്റെ പുറത്താണെന്ന് എനിക്കറിയില്ല. വന്നപ്പോ തന്നെ ആദ്യം എല്ലാവരും ഭയങ്കര സ്നേഹമായിരുന്നു. പിന്നെ അവരൊരു ടൈം നോക്കിയിരിക്കായിരുന്നു. ഒത്തീർപ്പെന്ന് ഞാൻ പറഞ്ഞെങ്കിലും ഒത്തു വന്നാൽ നിന്നെ ഞാൻ വഹിക്കും. ശരിക്കും ഞാൻ ആ വീട്ടിൽ ഞാൻ അഭിനയിക്കുകയല്ല, ഞാൻ ഇപ്പോഴും പറയുവാണ്, ഞാൻ ജീവിക്കുകയാണ്. This is greenhouse cleaning liquid getting poured on the banana. Now let's wash this thoroughly. ഈ കാണിച്ചോണ്ടിരിക്കുന്ന വെറും പട്ടി ഷോയാ. Now let's wash this thoroughly. Actually, we have cleaned the outer surface of the banana in order to avoid any possibilities of contamination. ഉള്ള ഇംഗ്ലീഷ് കൂടെ നീ പറഞ്ഞു നിർത്താ. അമേരിക്കയിൽ എന്തെങ്കിലും ആവശ്യമെന്ന ജോർജ് ബുഷ് എന്ത് ചെയ്യൂടെ? Chilled payasam. Now we are gonna taste this with some freshly prepared papadam. എങ്ങനെ ഇരിക്കണം? Yummy. നിനക്ക് എങ്ങനെ സാധിക്കുന്നത്? എനിക്ക് ഒരൊത്തും പിടിയും കിട്ടുന്നില്ല. അലൻ എന്നോട് ചോദിച്ചു ഒരു ദിവസം, മെസ്സേജ് അയച്ചിട്ട് ചോദിച്ചു, ശ്രീ എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഓക്കെയാണ്. അപ്പൊ അവിടെ കാണാം. ഞാൻ പറഞ്ഞ എന്താണ്? അപ്പൊ ഇങ്ങനെ നമുക്കൊരു ചായ ഒക്കെ കുടിച്ച് സംസാരിച്ചാണെന്ന് ചോദിച്ചപ്പം പുള്ളിക്കാരൻ ഇടപ്പള്ളി വന്ന് ഞാനും അങ്ങനെ പോയിട്ട് സംസാരിച്ചു. അറിഞ്ഞില്ല. അപ്പൊ പുള്ളി എന്നോട് പറഞ്ഞു, എനിക്ക് തന്നെ ഭയങ്കര ഇഷ്ടമാണ്, തനിക്ക് കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടോ? ഇപ്പൊ വിശ്വാസായില്ലേ? എന്നാലും എന്റെ പൊട്ട നീ ഇതെങ്ങനെ എന്നിങ്ങനെ ചോദിച്ചു. അപ്പൊ ഞാൻ ഒന്ന് ആലോചിച്ചിട്ട് പറയാന്ന് പറഞ്ഞു. പിന്നെ ഞാൻ വീട്ടിൽ ചെന്നു, കുറെ നേരം ഇരുന്ന് ആലോചിച്ചു. ഓരോന്നൊപ്പിച്ചോണ്ട് വന്നോളൂ. അപ്പോ ഓൾ ഓക്കെ, ഡബിൾ ഓക്കെ. എന്നിട്ട് എത്തിയ തീരുമാനമാണിത്. എന്റെ മുത്തശ്ശി ചത്തതുപോലെ കിടക്കണം, നമുക്ക് നോക്കാവേ. എന്താ എന്റെ മുത്തശ്ശി ചത്തതുപോലെ കിടക്കണം, നമുക്ക് നോക്കാവേ. ഒരു അടിയന്തര പ്രശ്നമുണ്ട്, ചിലപ്പോ ഒരു കയ്യാങ്കളിയൊക്കെ വേണ്ടി വന്നേക്കും.
ഈ പ്രായത്തിലും എന്നാ ഒരു ഇതാ എന്താ എന്റെ ഉദ്ദേശം? ഇല്ല കേസ് കുഴപ്പമൊന്നുമില്ല കേട്ടാ. ഇത് പുതിയേറ്റാണല്ലോ. പിറ്റേന്നൊരു ദീപാവലി ദിവസം ഗിരിയേട്ടൻ വേറെ പെണ്ണ് കെട്ടിയിട്ടുണ്ടാവുമെന്ന് പേടിച്ച് ചങ്കിടിച്ച് വരാന്തേ കൂടെ നടക്കുമ്പോഴാ നീ കാണുന്നില്ലേ ആ കണ്ണുകളിലെ പ്രണയം. തീരബുദ്ധി നഷ്ടപ്പെട്ടിരിക്കണോ സംഘത്തിന്? എന്തൊക്കെയാണോ ഈ പറയണത്? ആരാധകരെ ശാന്തരാകുകയും ഒരു പിടുത്തവും ഇല്ല. ഇത്ര സീസണിലോ ടിക്കറ്റ് ഫിനാലേന്ന് പറഞ്ഞാ അവിടെ ഞാൻ കാണിച്ചുതരാം. നീ വേഗം കാണിക്കേ. അത് കാണിച്ചു തരാട്ടോ ഞങ്ങൾക്ക്. കണ്ടോണ്ട് നിന്ന് എന്റെ കരളാ വാടിപ്പോയത്. ടിക്കറ്റ് ഫിനാലെ അഡ്മിറ്റ് 1 എന്നുണ്ട്. യെസ്. വ്യക്തമായില്ല. എന്താ എന്റെ ഉദ്ദേശം? അതായത് 5-ൽ-1 ആവാനുള്ള സംഭവങ്ങളാണ് എഴുതിയേക്കുന്നത്. അങ്ങനെയാണോ? ഇത്ര നാളും എല്ലാ സീസണിലും അത് ഡയറക്റ്റ് ഫൈനൽ ഫൈവിലോട്ടുള്ള ഒരു സംഗതി കൂടെ ആയിരുന്നു. ഇപ്രാവശ്യം എന്താ മാറ്റി അറിയില്ല. എന്തെന്ത് മോഹങ്ങളായിരുന്നു, എല്ലാം പാഴായി പോയല്ലോ ദൈവമേ. കടുത്ത നാട്ടെ കല്ലറിയിലടവുകൾ പഠിച്ചെടുത്തൊരു പെണ്ണാണ്. എന്നിട്ട് കറണ്ടടിക്കണ കണ്ണാണ്. കുറുക്കു തോന്നൽ പതിവാണ്. പാട്ടും പാടുവാ? ഞാൻ കേട്ടിട്ടില്ലല്ലോ. ഞാൻ കോമ്പറ്റീഷനൊക്കെ ഫസ്റ്റ് വാങ്ങിച്ചിട്ടുണ്ട്. കുടുക്കു തുന്നണ പെണ്ണിൻ കയ്യിൽ പടക്കി പോകണൊരിനമുണ്ട്. തനിച്ചു തിരിയണ പവറാണ്, ഒതുക്കി മേക്കണ ദിവളാണ്. കലക്കിയിട്ടുണ്ട്, നല്ല രസമുണ്ട് കേൾക്കാൻ. എന്നെ അത്രയും സന്തോഷത്തോടു കൂടി ആ വീട്ടിൽ നിന്ന് പുറത്താക്കിയോ. നീ വേഗം കാണിക്കേ. എന്ത് പ്രഹസനമാണ് സജി. ഇയാൾക്ക് എന്താണ് വയ്യേ? ഇടയ്ക്കൊക്കെ നിന്റെ മുഖം കണ്ട് ഞെട്ടി എണീക്കാറുണ്ട്.